സ്നേഹധനങ്ങൾ പ്രിയമുള്ളവർ, പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് പാഠഭേദത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുമ്പോൾ കേൾക്കാൻ സുഖകരമാകുന്ന ഒരു വാർത്തയല്ല, ചർച്ച ചെയ്യുവാൻ നല്ലതായ ഒരു വാർത്തയല്ല, പക്ഷേ ചർച്ച ചെയ്തേ പറ്റത്തുള്ളൂ. പ്രാധാന്യമുള്ള വിഷയമാണ്. അതുകൊണ്ട് മാത്രമാണ് ഈ സബ്ജക്റ്റ് ആസാദിയുടെ പ്രേക്ഷകരുടെ മുമ്പിൽ ഞാൻ ഇന്ന് എത്തിക്കുന്നത്. ഈ വെസ്റ്റേൺ രാജ്യങ്ങളിലെ വലിയ മെഗാ ചർച്ചുകളുടെ അല്ലെങ്കിൽ വലിയ മിനിസ്ട്രികളുടെ നേതൃത്വത്തിലിരിക്കുന്ന ദൈവദാസന്മാരെക്കുറിച്ച് ലൈംഗിക അപവാദങ്ങൾ വരുന്നത് പുതിയ കാര്യമല്ല. മിക്കവാറും ഒത്തിരി വാർത്തകൾ അങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട്. അവയിൽ പലതും വളരെ പ്രശസ്തരായ ആളുകളായിരുന്നു. ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അങ്ങനെ രണ്ട് വലിയ പ്രശസ്തരായ അമേരിക്കൻ പാസ്റ്റേഴ്സിനെ കുറിച്ച് ഈ സെക്ഷൽ ഹറാസ്മെൻറ്റിൻ്റെ വിധത്തിലുള്ള ആളുകളെ പീഡിപ്പിച്ചു എന്ന വിധത്തിലുള്ള കേസുകൾ, വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്ന് അമേരിക്കയിലെ ടെക്സാസിൽ ഉള്ള ഗേറ്റ് വേ എന്ന് പറയുന്ന ചർച്ചിൻ്റെ പാസ്റ്റർ, ഒരു വലിയ മെഗാ ചർച്ചാണ്. ആ ചർച്ചിൻ്റെ പാസ്റ്റർ റോബർട്ട് മോറിസ് എന്ന് പറയുന്ന ആ ഒരു ദൈവദാസൻ, അദ്ദേഹത്തിനെതിരെ കേസിനാസ്പദമാകുന്ന ചില ആരോപണങ്ങളുണ്ടായി. ഇന്ന് 54 വയസ്സുള്ള ഒരു സ്ത്രീ അവരെ കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഇദ്ദേഹത്തിനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചു. അതായത് 1980കളിൽ 1980s ഇന്നേക്ക് 10-40 വർഷങ്ങൾക്ക് മുമ്പ് ഈ പാസ്റ്റർ, ആ സ്ത്രീക്ക് അന്ന് 10-12 വയസ്സേ ഉള്ളൂ, ആ സമയങ്ങളിൽ തുടർമാനമായിട്ട് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പേ ആ സ്ത്രീയെ ഇയാൾ സെക്ഷുവലി ദുരുപയോഗം ചെയ്തു എന്ന തരത്തിലുള്ള കേസ് ഇദ്ദേഹത്തിനെതിരെ വരുവാനിടയായി തീർന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് ന്യൂസ്, കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒക്ലഹോമ അതോറിറ്റിയുടെ മുമ്പിൽ തന്നെ സറണ്ടർ ചെയ്യുവാനിടയായി തീർന്നു. മാർച്ച് മാസം 17-ാമത്തെ ദിവസത്തെ, മാർച്ച് 17-ാം തീയതിത്തെ വാർത്തയാണ്. ഗേറ്റ് വേ ചർച്ച് ഫൗണ്ടർ റോബർട്ട് മോറിസ് സറണ്ടേഴ്സ്. അതായത് അദ്ദേഹം പോലീസിൻ്റെ മുമ്പിൽ, ഒക്ലഹോമ പോലീസിൻ്റെ മുമ്പിൽ അദ്ദേഹം കീഴടങ്ങുവാൻ ഇടയായി തീർന്നു. ഈ റോബർട്ട് മോറിസിൻ്റെ ചർച്ച് അദ്ദേഹത്തിൽ നിന്ന് ഡിസ്റ്റൻസ് ചെയ്യുകയാണ്. ഗേറ്റ് വേ ചർച്ച് ഒരു വലിയ ചർച്ചാണ്. ആ ചർച്ച് അദ്ദേഹത്തിൽ നിന്ന് ഡിസ്റ്റൻസ് ചെയ്യുകയാണ്. $50,000 ബെയില് വ്യവസ്ഥ പ്രകാരം അദ്ദേഹത്തെ സറണ്ടർ ചെയ്ത ശേഷം വിട്ടയക്കുവാനിടയായി തീർന്നു. ഇനി ആ കോടതിയിൽ ആ കേസുകൾ നടക്കും. അപ്പോൾ അത് വലിയ ഒരു വിവാദമായിട്ട് ഇന്ന് എല്ലാ സെക്കുലർ മാധ്യമങ്ങളും കൊണ്ടാടുകയാണ്. ഇതുകൊണ്ട് കഥ തീരുന്നില്ല. അമേരിക്കയിലെ മറ്റ് വലിയ ഒരു മൊമെൻ്റായിരുന്നു ഐ ഹോപ്പ് എന്ന് പറയുന്ന ഒരു മൊമെൻറ്റ്. ഞാൻ ഓർക്കുന്നുണ്ട്, ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ ഐ ഹോപ്പിൻ്റെ മീറ്റിംഗ് സ്ഥിരമായി കാണുമായിരുന്നു. അതിൻ്റെ പ്രത്യേകത, ഐ ഹോപ്പ് എന്ന് പറയുന്ന ആ മൊമെൻറ്റ് തുടങ്ങിയ സമയത്ത് ഇറ്റ് ഗോട്ട് സ്റ്റാർട്ടഡ് ആസ് എ റിവൈവൽ മൊമെൻറ്റ്, ഒരു വലിയ ഉണർവ് മൊമെൻ്റായിട്ടാണ് തുടങ്ങിയത്. അതായത് കർത്താവിൻ്റെ മടങ്ങിവരവ് വരെ അവർ നിർത്താതെ ആരാധിക്കും. മീറ്റിങ്ങുകൾ കണ്ടിന്യൂസ് നടക്കുകയാണ്. 24 മണിക്കൂറും ആരാധനയും പ്രവചനവും ഭൂതങ്ങളെ പുറത്താക്കലും സ്നാനവും ശുശ്രൂഷകൾ ഇങ്ങനെ നടക്കുകയാണ്. ഇൻ്റർനാഷണൽ ഹൗസ് ഓഫ് പ്രയർ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ഷോർട്ട് ഫോമാണ് ഐ ഹോപ്പ് എന്ന് പറയുന്ന IHOP, ഐ ഹോപ്പ്. ഈ ഒരു സംഘടന അവരുടെ ക്യാമ്പസിൽ കണ്ടിന്യൂസ് മീറ്റിംഗ് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് 24 hours ലൈവായിട്ട് നടക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു വലിയ ആരോപണമെന്ന് പറയുന്നത്, ഈ ഐ ഹോപ്പിൻ്റെ സ്ഥാപകൻ മൈക്ക് ബിക്കിൾ എന്ന് പറയുന്ന ഒരു പാസ്റ്റർ, അദ്ദേഹത്തിനെതിരെ 17 സ്ത്രീകൾ സെക്ഷൽ ഹറാസ്മെൻറ്റിൻ്റെ കേസ് കൊടുത്തിരിക്കുന്നു. മൈക്ക് ബിക്കിൾ എന്ന് പറയുന്ന ആ ഒരു ഐ ഹോപ്പിൻ്റെ സ്ഥാപകൻ. രസകരമായ സംഗതി, ഇതിനകത്ത് ചിലർ പറയുന്നത് ഈ ഐ ഹോപ്പ് സ്ഥാപിക്കുന്നതിന് മുമ്പ് തന്നെ ഇദ്ദേഹം ഈ പെൺകുട്ടികളെ ദുരുപയോഗം ചെയ്തിരുന്നു. ഇനി ഐ ഹോപ്പ് സ്ഥാപിക്കപ്പെട്ട ശേഷമാണെങ്കിൽ അദ്ദേഹം ആ ഐ ഹോപ്പ് മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ചെന്ന ചിലരെ അദ്ദേഹം സെക്ഷലി ഹറാസ് ചെയ്തു, അല്ലെങ്കിൽ അങ്ങനെ മോശമായി ബിഹേവ് ചെയ്തു എന്നൊക്കെയാണ്. 1-2 പേരല്ല, 17ഓളം പേരാണ് അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അദ്ദേഹം തൻ്റെ പാസ്റ്ററൽ എന്ന ഒരു പൊസിഷനെ ദുരുപയോഗം ചെയ്ത് താനെ പലർക്കും സ്പിരിച്വൽ മെൻറ്ററായതിനെ ദുരുപയോഗം ചെയ്ത് അങ്ങനെയുള്ള പെൺകുട്ടികളെ വശീകരിക്കുകയാണ് ചെയ്തത്, പാപത്തിലേക്ക് നയിക്കുകയാണ് ചെയ്തതെന്ന് നമുക്ക് കേൾക്കുവാനിടയായിച്ചിരുന്നു. അപ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യം, ഗേറ്റ് വേ പോലൊരു വലിയ ചർച്ചിൻ്റെ പാസ്റ്റർ, ഐ ഹോപ്പിനെ പോലൊരു വലിയ റിവൈവൽ മൂവ്മെൻറ്റ് നയിച്ച
ഒരു വ്യക്തി, ഇവരൊക്കെ പാപത്തിൽ മുഴുകി ജീവിച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ള മൊമെൻറ്റുകൾ നടത്തിയതെന്ന് പറയുമ്പോൾ ആ മൊമെൻറ്റിൻ്റെ തന്നെ ആ ഒരു വലിയ റിവൈവൽ മൊമെൻ്റ് അല്ലേ, നമ്മളൊക്കെ കണ്ടില്ലേ ഐ ഹോപ്പിൽ സംഭവിക്കുന്നത് എന്താണെന്നൊക്കെ പറഞ്ഞാൽ ആ മൊമെൻറ്റിൻ്റെ തന്നെ ക്രെഡിബിലിറ്റിയെ ഇല്ലാതാക്കുന്ന വാർത്തകളാണ് നമുക്ക് ചുറ്റും കേൾക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇന്ത്യയിലും അങ്ങനെ ചില വാർത്തകൾ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടിരുന്നു. പഞ്ചാബിലൊരു വലിയ ചർച്ചിൻ്റെ പാസ്റ്ററെക്കുറിച്ച് വാർത്ത ശരിയാകാം, തെറ്റാകാം, കള്ളക്കേസ് കൊടുത്താകാം, എന്തുമാകട്ടെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മനുഷ്യൻ്റെ വളരെ വളരെ പവർഫുള്ളായിട്ടുള്ള ചേതനകളിൽ ഒന്നാണ് ഇണചേരാനുള്ള അവൻ്റെ ആ തൃഷ്ണ എന്ന് പറയുന്നത്. അതവൻ്റെ ശരീരത്തിലുണ്ട്. അതിനെ ജയിച്ച് കൺട്രോൾ ചെയ്ത് ജീവിച്ചില്ല എങ്കിൽ ഏത് വലിയ ഭക്തനും പാപത്തിൽ വീണു എന്ന വാർത്ത കേൾക്കുവാൻ സാധ്യതയുണ്ട്. റാൽഫ് മഹോണി താൻ എഴുതിയ പുസ്തകത്തിലൊക്കെ താൻ എഴുതിയിട്ടുണ്ട്, ഇണചേരാനുള്ള ആഗ്രഹം മനുഷ്യൻ്റെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു ചേതനയാണ്, ഒരു വികാരമാണ്. അത് കീഴടക്കിയില്ലെങ്കിൽ പെർമനൻ്റ് സ്കാർ നമ്മുടെ ജീവിതത്തിൽ നൽകുവാൻ അതിന് കഴിയും. പെർമനൻ്റ് സ്കാർ എന്ന് പറഞ്ഞാൽ ഒരു മുറിവുണ്ടായാൽ മുറിവുണങ്ങിയാലും അവിടെ ഒരു പാട് കിടക്കുമല്ലേ. ഈ സെക്ഷുവൽ ഇമ്മോറാലിറ്റിക്കുള്ളൊരു പ്രശ്നം മറ്റ് പാപങ്ങളെ പോലെയല്ല. വേദപുസ്തകം തന്നെ പറയുന്നു, അവൻ തൻ്റെ ശരീരത്തിനെതിരെയാണ് പാപം ചെയ്യുന്നത്. തൻ്റെ ശരീരം, ക്രിസ്തുവിൻ്റെ ശരീരം, രണ്ടിനെതിരെയാണ് അവൻ പാപം ചെയ്യുന്നത്. അങ്ങനെയുള്ള പാപങ്ങൾക്ക് അവൻ്റെ ജീവിതത്തിൽ, അവൻ്റെ ലൈഫിൽ, അവൻ്റെ ശരീരത്തിൽ പെർമനൻ്റ് സ്കാർ ഉണ്ടാകും. മറ്റേത് പാപവും കഴുകി മാറ്റിയാൽ ആളുകൾ ക്ഷമിക്കും. പക്ഷേ സെക്ഷൽ ഇമ്മോറാലിറ്റി അത് ആ വ്യക്തിയുടെ ശുശ്രൂഷയുടെ മേൽ, അവൻ്റെ ലൈഫിൻ്റെ മേൽ, അവൻ്റെ ശരീരത്തിന്മേൽ മുറിവുണങ്ങിയാലും കർത്താവ് ക്ഷമിച്ചാലും ലോകം ക്ഷമിക്കാതെ ഒരു പെർമനൻ്റ് മാർക്ക് അവിടെ ഉണ്ടാക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള പാപങ്ങളിൽ നിന്ന് നാം വിട്ടു നിൽക്കണം. ആ വിഷയങ്ങളിൽ ദൈവദാസന്മാർ വളരെ ശ്രദ്ധയുള്ളവരായിരിക്കണം. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒന്നാമത് ഈ ദൈവദാസന്മാർ വളരെ പോപ്പുലറായി കഴിയുമ്പോൾ, വളരെ പ്രശസ്തരായി കഴിയുമ്പോൾ, ഈ പറഞ്ഞ ഗേറ്റ് വേയുടെ പാസ്റ്ററെ പോലെയോ അല്ലെങ്കിൽ ഐ ഹോപ്പിൻ്റെ സ്ഥാപകനെ പോലെയോ ഒക്കെ പോപ്പുലറായി കഴിയുമ്പോൾ ഒരു പേഴ്സണാലിറ്റി കൾട്ടായിട്ട് ഇളങ്ങ് വളരുക, ഒത്തിരി ആരാധകരുണ്ടാക്കുക. ഈ ആരാധകർ ഇദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ അവരിൽ ചിലർക്ക് അദ്ദേഹത്തോടൊരു താല്പര്യം തോന്നാം, അല്ലെങ്കിൽ അദ്ദേഹം ഇവരെ ആരെങ്കിലും വശീകരിക്കാൻ ശ്രമിച്ചാൽ അവരും വഴങ്ങിക്കൊടുക്കുന്നതിൻ്റെ കാരണം ഇദ്ദേഹം ഒരു വലിയ മനുഷ്യനാണ്, ഇദ്ദേഹം ഒരു കൾട്ട് ഫിഗറായിട്ട് വളർന്നു നിൽക്കുകയാണ്. ആളുകൾക്കെല്ലാം അദ്ദേഹത്തോട് ഉണ്ടാകുന്നൊരു റെസ്പെക്റ്റ് മറ്റൊരു വിധത്തിൽ ദുരുപയോഗം ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ട് അതിനുള്ള സാധ്യതകൾ ഒത്തിരിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ശുശ്രൂഷയിൽ വളരുമ്പോൾ, പേരുണ്ടാകുമ്പോൾ, വലിയ ചർച്ചിൻ്റെ പാസ്റ്ററാകുമ്പോൾ ഈ കെണി അങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കുമുണ്ട്. തന്നെത്താൻ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. അതുകൊണ്ടാണ് ബില്ലി ഗ്രഹാമൊക്കെ തങ്ങളുടെ ജീവിതത്തെ ആ രീതിയിൽ ക്രമീകരിച്ചത്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്, ബില്ലി ഗ്രഹാം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, തൻ്റെ വൈഫല്ലാതെ ഒരു സ്ത്രീയുമായിട്ട് ഒരടച്ചിട്ട മുറിയിൽ ഒരിക്കലും താൻ ഇരിക്കുകയില്ലായിരുന്നുവെന്ന്. തൻ്റെ സെക്രട്ടറീസിൽ ആരാണെങ്കിൽ പോലും അങ്ങനെയുള്ള ഒരു വനിതയാണെങ്കിൽ അവരുമായിട്ട് ഒറ്റയ്ക്ക് സഞ്ചരിക്കുകയോ അല്ലെങ്കിൽ ഒരു മുറിക്കകത്ത് ഒറ്റയ്ക്ക് ഡോർ അടച്ചിരിക്കുകയോ അദ്ദേഹം ചെയ്യുകയില്ലായിരുന്നു. കാരണം നാളെ ഒരു അപവാദത്തിന് സാധ്യതയുണ്ട്, നാളെ ഒരു ആരോപണം ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദൈവദാസന്മാർ ഈ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധാകുലരായിരിക്കണം. എനിക്ക് സീനിയറായിട്ടുള്ള പല പാസ്റ്റർമാരെ അറിയാം. അവർ സഞ്ചരിക്കുമ്പോഴൊക്കെ പ്രായമുള്ളവരാണ് കേട്ടോ. അങ്ങനെയുള്ള പലരും നമ്മുടെ ചുറ്റുമുണ്ടായിരുന്നു. സഞ്ചരിക്കുമ്പോഴൊക്കെ അവരെ ഭാര്യയായ ഒരു സഹോദരിയുമായി പത്രോസൊക്കെ എങ്ങനെയാണ് സഞ്ചരിച്ചത്, അങ്ങനെ മാത്രമാണ് അവർ സഞ്ചരിക്കാറുള്ളത്. മറ്റ് ഏതെങ്കിലും ഒരു സ്ത്രീയുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ ഉറപ്പുവരുത്തും തൻ്റെ ഭാര്യ തൻ്റെ കൂടെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തും. ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം, ആരെങ്കിലും പേഴ്സണൽ പ്രേയറിന് വന്നാൽ, പാസ്റ്ററിനോട് എനിക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞ് വന്നാൽ, ഞാൻ എൻ്റെ വൈഫിൻ്റെ പ്രസൻസിൽ മാത്രമേ അങ്ങനെ വ്യക്തിപരമായിട്ട് ആരോടും സംസാരിക്കത്തുള്ളൂ. ഒറ്റയ്ക്കൊരു വ്യക്തിയോട് അത് എത്ര വലിയ അവരുടെ സീക്രട്ട് ആണെങ്കിലും ഞാൻ അത് കേൾക്കാൻ നിൽക്കത്തില്ല. കാരണം നിങ്ങൾക്കറിയാമോ, അങ്ങനെ സീക്രട്ട് പറയാൻ വരുന്ന ആളുമായിട്ട് ഞാൻ വ്യക്തിപരമായി സംസാരിക്കാൻ പോയാൽ അത് ആരോപണങ്ങൾക്ക് കാരണമെത്തില്ല. അപ്പോൾ അവർ പറയും, പാസ്റ്റർ അല്ലാതെ മറ്റാരും ഇത് അറിയാൻ പാടില്ല. ഞാൻ അവരോടൊക്കെ പറയുന്നത്, എൻ്റെ ഭാര്യ അറിയാത്ത ഒരു രഹസ്യവും എനിക്കില്ല, അവൾക്കറിയാത്ത ഒരു രഹസ്യവും എനിക്കുണ്ടാകാൻ പാടില്ല. അപ്പോൾ ഞാൻ എന്തറിയുന്നു, നിങ്ങൾ എന്നോട് പറഞ്ഞത് രഹസ്യമായിട്ടാണ് പറഞ്ഞതെങ്കിലും ഞാൻ അവളോട് പറയും. അതുകൊണ്ട് ഞങ്ങൾ ഒരു ശരീരമാണ്. എന്നെ വിശ്വസിക്കുന്നത് പോലെ എൻ്റെ ഭാര്യയെ ട്രസ്റ്റ് ചെയ്യുവാൻ കഴിയുമെങ്കിൽ മാത്രമേ ആ രഹസ്യം എന്നോട്
ഷെയർ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ചിലരൊക്കെ പറയും അങ്ങനെ പറഞ്ഞാൽ ഈ ഇതെല്ലാം വെളിപ്പോൾ, അങ്ങനെയൊന്നും പോകത്തില്ല. എനിക്ക് വിശ്വാസമുണ്ട് എൻ്റെ ഭാര്യയെക്കുറിച്ച്, ഞങ്ങളുടെ കുടുംബത്തെക്കുറിച്ച്. അങ്ങനെയുള്ള വിശ്വാസമുള്ള ഭാര്യയും ഭർത്താക്കന്മാരും ഒന്നിച്ച് ശുശ്രൂഷിക്കുന്ന സഭകളാണ് നമുക്ക് വേണ്ടത്. പാസ്റ്ററെ ആളുകൾക്ക് വിശ്വാസം, പാസ്റ്റർ ഭാര്യ ആളുകൾക്ക് വിശ്വാസമല്ലെങ്കിൽ അത് പ്രശ്നങ്ങളുണ്ടാക്കും. അതുകൊണ്ട് ആ നിലവാരത്തിലേക്ക് നമ്മുടെ ഓരോ ചർച്ചുകളും പാസ്റ്ററൽ കുടുംബങ്ങളും മാറുവാനിടയായി തീരണം. അല്ലെങ്കിൽ വിരോധി നമ്മെക്കുറിച്ച് കളവായിട്ടാണെങ്കിലും തിന്മകൾ പറവാനുള്ള സാധ്യതയുണ്ട്. ഇത് സൂക്ഷിച്ചൊഴിയേണ്ട ഒരു മേഖലയാണ്. അതുകൊണ്ടാണ് ഞാൻ ആരംഭത്തിൽ തന്നെ പറഞ്ഞത്, പറയാൻ ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റാണ്, പക്ഷേ പറഞ്ഞേ പറ്റത്തുള്ളൂ. പ്രത്യേകിച്ചും ഗ്രോയിങ് ചർച്ചിൻ്റെ പാസ്റ്റേഴ്സ്, നിങ്ങളുടെ ഒരു സഹോദരൻ എന്ന നിലയിൽ ഞാൻ പറയുകയാണ്, ഒത്തിരി സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. എൻ്റെ ശുശ്രൂഷയുടെ ആരംഭകാലത്ത് ആരോ എന്നോട് പറഞ്ഞു തന്നതാണ് കേട്ടോ. ഞാൻ അന്ന് ബാച്ചിലറായിരുന്നു, വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു. 10-21 വയസ്സുള്ളപ്പോൾ, മോനെ, ആത്മീകം അഭിനയിച്ച് വരുന്ന ചില സ്ത്രീകളെ അവോയ്ഡ് ചെയ്യണം. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നറിയാം? ആത്മീകം അഭിനയിച്ച് വരിക എന്ന് പറഞ്ഞാൽ എല്ലാവരും ആത്മീകം അഭിനയിച്ച് വരിക എന്നല്ല അതിൻ്റെ അർത്ഥം. ചിലപ്പോൾ നമ്മുടെ ശുശ്രൂഷയെ തകർത്ത് കളവാൻ വേണ്ടി വലിയ ആത്മീകരായിട്ട് ചിലർ വന്നിട്ട് നമ്മളെ കുടുക്കിക്കളയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നീ വിവാഹിതനല്ലെങ്കിൽ നിനക്ക് ഒത്തിരി ശ്രദ്ധിച്ച് നിന്നേ മതിയാകത്തുള്ളൂ. വിവാഹം കഴിക്കാതെ ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാരെ, നിങ്ങൾക്ക് ഒത്തിരി ലിമിറ്റഡാണ് നിങ്ങളുടെ ശുശ്രൂഷ. കാരണം ഞങ്ങൾ ഭാര്യയായൊരു സഹോദരിയുമായി ഒരു സഹോദരിയോട് പോയി സംസാരിക്കുന്നത് പോലെ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുകയില്ല. അതിന് സമൂഹം വെച്ചിട്ടുള്ള ചില അതിർവരമ്പുകളൊക്കെ ഉണ്ട്, ശ്രദ്ധിക്കണം. ഞാൻ ഒരിക്കൽ PS ശാമുവേൽ പാസ്റ്ററെക്കുറിച്ച് നമ്മുടെ ചാനലിൽ ഞാനൊരു ചെറിയ വീഡിയോ ഇട്ടിരുന്നു. വിവാഹം കഴിക്കാതെ റായ്പൂരിൽ ജീവിച്ച് വലിയ ശുശ്രൂഷകൾ ചെയ്ത് നിത്യതയിൽ ചേർക്കപ്പെട്ട ആ പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസൻ വാര്യപുരം യോനാച്ചാൻ്റെ ജ്യേഷ്ഠൻ, അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ അന്ന് പറഞ്ഞതാണ്. കഴിഞ്ഞ മാസം ആ ചർച്ചിൽ പോയി 3 ദിവസം ഞാൻ ശുശ്രൂഷിച്ചിരുന്നു. അവിടെ നിന്ന് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞ കാര്യം, അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പാസ്റ്ററും കുടുംബവും ഒക്കെ എന്നോട് പറഞ്ഞ കാര്യം, അന്ന് PS ശാമുവേൽ പാസ്റ്റർ അവിടെ ജീവിക്കുമ്പോൾ അദ്ദേഹം, നമ്മുടെ നാട്ടിലൊക്കെ ഈ ഹാഫ് ഡോറില്ലേ, അതായത് ഒരു ഡോറിൻ്റെ പകുതിക്ക് വെച്ച് കട്ടിങ്ങാണ്, അങ്ങനെ ഒരു ഹാഫ് ഡോറാണ് അദ്ദേഹത്തിൻ്റെ റൂമിന് ഉള്ളത്. ആരെങ്കിലും ഒരു സഹോദരി, അത് കുടുംബത്തിലുള്ള ബന്ധുക്കളാണെങ്കിൽ പോലും അദ്ദേഹത്തെ കാണാൻ വന്നാൽ ആ ഡോറിൻ്റെ വെളിയിൽ ചർച്ച് ഹോളിൻ്റെ മുൻപിൽ മുറ്റത്ത് നിൽക്കാനേ അനുവാദമുള്ളായിരുന്നു. അദ്ദേഹം ആ ഹാഫ് ഡോർ തുറന്നിട്ട് അകത്ത് നിന്ന് സംസാരിക്കും. ഇനി ഹാഫ് ഡോർ മാത്രമല്ല, അവിടെ ഈ കൊതുക് കയറാതിരിക്കാൻ വേണ്ടി നോർത്ത് ഇന്ത്യയൊക്കെ ആയതുകൊണ്ട് ഒരു നെറ്റ് കൊണ്ട് ഒരു ഡോർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് പുറത്തെ ഡോറ്. ആ നെറ്റ് കൊണ്ടുള്ള ഡോർ തുറക്കത്തില്ല. അകത്തെ ഹാഫ് ഡോറ് പകുതി തുറന്ന്, അതായത് അരയറ്റമുള്ള ആ ഡോറ് പകുതി തുറന്ന് വെളിയിൽ നിൽക്കുന്ന ആളിനോട് ചോദിക്കും, എന്തിനാ വന്നത്, എന്താ പ്രാർത്ഥനാ വിഷയം. അവിടെ നിർത്തി തന്നെ അകത്ത് നിന്ന് ഈ ദേവദാസൻ പ്രാർത്ഥിക്കും. ദേവദാസൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളായത് കൊണ്ട് അദ്ദേഹത്തിന് ഭക്ഷണങ്ങളൊക്കെ ആളുകൾ കൊണ്ടുവരും. അങ്ങനെ സഹോദരിമാർ ഭക്ഷണം കൊണ്ടുവരുമ്പോൾ അവരെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കും. അകത്ത് നിന്നുകൊണ്ട്. അകത്ത് കയറാൻ പ്രവേശനമില്ല കേട്ടോ. ബന്ധുക്കൾക്ക് പോലും തൻ്റെ മുറിക്കകത്ത് കയറാൻ പ്രവേശനമില്ല, അനുവാദമില്ല. വാതുക്കൽ കൊണ്ടുവന്ന ഫുഡ് ആ പടിയിൽ വെച്ചിട്ട് പോയി കൊള്ളാൻ പറയും. അവർ പടിയിൽ വെച്ച് ഫുഡ് വെച്ചിട്ട് പോയി കഴിയുമ്പോൾ അദ്ദേഹം ആ ഡോറ് തുറന്ന് ഫുഡ് എടുത്തുകൊണ്ട് പോകും. അപ്പം ഞാൻ പറഞ്ഞത് മനസ്സിലാക്കിയോ? എന്തുകൊണ്ടാണ് PS ശാമുവേൽ എന്ന് പറയുന്ന ദേവദാസനൊക്കെ അങ്ങനെ ഒരു പ്രതിഷ്ഠയുടെ നിഷ്ഠയുടെ ജീവിതം നയിച്ചത്? ഞാൻ വളർന്നു വന്നത് ഷാരോനിലാണ്. ഷാരോനിലെ ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു, വിവാഹം കഴിക്കാത്ത പാസ്റ്റർ, ശാമുവേൽ സാറ് അപ്പച്ചൻ. ആ അപ്പച്ചനെയൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. തിരുവല്ല ബൈബിൾ കോളേജിലൊക്കെ ആയിരുന്നു അദ്ദേഹം താമസിച്ചതെന്നാണ് എൻ്റെ ഓർമ്മ. തൻ്റെ അവസാന നാളുകളൊക്കെ അവിടെയൊക്കെയായിരുന്നു. അവരൊക്കെ വളരെ നിഷ്ഠയോട് ജീവിച്ചവരാണ്, പ്രതിഷ്ഠയോട് ജീവിച്ചവരാണ്. ഇങ്ങനെയുള്ള എല്ലാ സാഹചര്യങ്ങളും അവർ അവോയ്ഡ് ചെയ്തു. അവരുടെ ശുശ്രൂഷയ്ക്ക് ലിമിറ്റേഷനുണ്ട്. കാരണം മറ്റുള്ളവർ സഞ്ചരിക്കുന്നത് പോലെ അവർക്ക് കഴിയുന്നില്ല. പ്രത്യേകിച്ചും സഞ്ചാര സുവിശേഷകന്മാർ, സഞ്ചാര ശുശ്രൂഷകന്മാർ ഈ കാര്യത്തിലൊക്കെ വളരെ ശ്രദ്ധയുണ്ടാകണം. കാരണം അവർ പല സ്ഥലങ്ങളിലേക്കാണ് സഞ്ചരിക്കുന്നത്. പത്രോസും മറ്റും സഞ്ചരിച്ചതുപോലെ ഭാര്യയായ ഒരു സഹോദരിയുമായി സഞ്ചരിക്കേണ്ടത് ആവശ്യമാണ്. പൗലോസിൻ്റെ ശുശ്രൂഷ, പൗലോസ് ടീമായിട്ടാണ് സഞ്ചരിച്ചത് കേട്ടോ. ഭാര്യ കൂടി ഇല്ലായിരുന്നെങ്കിലും എപ്പോഴും പൗലോസിൻ്റെ കൂടെ തൻ്റെ സന്തത സഹചാരികളായി തിമത്തിയോസോ ലൂക്കോസോ ഷീലാസോ അങ്ങനെ ആരെങ്കിലും പൗലോസിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പൗലോസ് യാത്ര ചെയ്തിരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ നമ്മൾ വളരെ ശ്രദ്ധയുള്ളവരായിരിക്കണം. വിരോധി നമ്മെക്കുറിച്ച് ഒരപവാദം പറവാൻ സംഗതി കൊടുക്കരുത്. ഇത് ശുശ്രൂഷയിലേക്ക് പുതുതായിട്ട് ഇറങ്ങിയിട്ടില്ല
എൻ്റെ കുഞ്ഞനുജന്മാരോടൊക്കെ എനിക്ക് ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്ന നിലയിൽ പറയാനുള്ള ഒരു അഡ്വൈസ് എന്നൊന്നും ഞാൻ പറയില്ല, ഉപദേശിക്കാനൊന്നും ഞാൻ ആളായിട്ടില്ല. ഒരു സ്നേഹത്തിൻ്റെ ഒരു മുന്നറിയിപ്പാണെന്ന് അങ്ങ് ചിന്തിച്ചാട്ട്, പ്രത്യേകിച്ച് വിവാഹം കഴിക്കാത്ത ചെറുപ്പക്കാർ, നിങ്ങളുടെ വിവാഹ ജീവിതമൊക്കെ ഉണ്ടല്ലോ, വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ ശുശ്രൂഷയിൽ നിങ്ങൾ തിളങ്ങി നിൽക്കുമ്പോൾ പലരും വിവാഹം കഴിക്കാനെന്ന വാഗ്ദാനമായിട്ടൊക്കെ അടുത്ത് വരും. കാരണം ഷൈൻ ചെയ്ത് നിൽക്കുന്ന ഒരു പാസ്റ്ററെ മാത്രമേ അവർക്കറിയത്തുള്ളൂ. പാസ്റ്റൽ മിനിസ്ട്രിയുടെ വേദനയൊന്നും അവർക്കറിയത്തില്ല. സ്റ്റേജിൽ കാണുന്ന നിങ്ങളെ മാത്രമേ അവർക്കറിയത്തുള്ളൂ. അപ്പോൾ ആ ഒരു പോപ്പുലാരിറ്റിയൊക്കെ പ്രതീക്ഷിച്ചായിരിക്കും ചിലർ വരുന്നത്. വിവാഹമൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ സൗന്ദര്യവും കാശും ഒക്കെയുള്ള ആളുകളൊക്കെ വന്ന് ക്യൂ നിൽക്കുമ്പോൾ ചെറുപ്പക്കാരായ ശുശ്രൂഷകന്മാർ കർത്താവിനോട് ചോദിച്ച്, നിങ്ങളുടെ ശുശ്രൂഷയ്ക്ക് അനുഗ്രഹമായി നിൽക്കുന്ന സ്റ്റേജിൽ കാണുന്ന വ്യക്തിയല്ല നിങ്ങൾ. നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ വേദനകളിൽ നിങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പെൺകുട്ടിയായിരിക്കണം നിങ്ങളുടെ ജീവിത പങ്കാളിയെ വരുന്നത്. ഈ അടുത്ത സമയങ്ങളിൽ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഒത്തിരി ചെറുപ്പക്കാരാകുന്ന ശുശ്രൂഷകന്മാരുടെ കുടുംബജീവിതത്തിലൊക്കെ വലിയ തകർച്ച. കാരണം എന്താണെന്നറിയാമോ? ഈ സ്റ്റേജിലെ പോപ്പുലാരിറ്റി കണ്ട് വന്ന ചില ആകർഷണമുള്ള ചില വിവാഹാലോചനകൾക്ക് വേണ്ടി പെട്ടെന്ന് കയറി കാല് വെച്ചത് കൊണ്ട് അത് പിന്നീട് അപകടമായി തീർന്നു. ഒത്തിരി മേഖലകളിൽ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഈ പറഞ്ഞ വെസ്റ്റേൺ കൺട്രീസിൽ മാത്രമല്ല കേട്ടോ, നമ്മുടെ രാജ്യങ്ങളിലും ഇങ്ങനെയുള്ള പരാജയങ്ങൾ പലയിടത്തും സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒത്തിരി ശ്രദ്ധ വേണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ പാഠഭേദത്തിൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം.